അറിയിൽ നിന്ന് സാക്ഷ്യം വരാൻ അനുവദിച്ച ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അലീന ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ മായന്നൂർ ഇടവകയിൽ നിന്നും വരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു വീടില്ലായിരുന്നു. 2023 ഓഗസ്റ്റ് 15 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പള്ളിയിലുള്ളൊരു ചേച്ചി വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി അറിയുന്നതും. അങ്ങനെ എനിക്ക് നല്ലൊരു വീടില്ലായിരുന്നു. 60 വർഷം പഴക്കമുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺവെൻറ്റിലൊരു സിസ്റ്റേഴ്സിൻ്റെ ഹെൽപ്പ് വഴി ഒരു വീടിനുള്ളത് ശരിയാവുകയും വെറും 3 മാസം കൊണ്ട് വീടിൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി വീട്ടിൽ കയറാനായിട്ടും സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് അത് ഒരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. കാരണം ഒരു പൈസ പോലും എടുക്കാനില്ലാത്ത ടൈമിലായിരുന്നു ഞങ്ങൾക്ക് ആ വീട് പണി നടന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഞാൻ +2 ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എല്ലാവരും പറയുന്നതാണ് B2 എക്സാം പാസ്സാവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു. പഠിച്ചാൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2024 ഫെബ്രുവരി മാസത്തിൽ ഞാൻ B2 ആദ്യമായിട്ട് ഡേറ്റ് എടുത്തു. 4 മൊഡ്യൂളിനും ഡേറ്റ് എടുത്തു. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 4ഉം ഫെയിലായി. അങ്ങനെ വീണ്ടും 2 മൊഡ്യൂളിന് ഡേറ്റ് എടുത്തു. പക്ഷേ അതും ഫെയിലായി. അങ്ങനെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. പൈസ വീണ്ടും കൊടുക്കാനുള്ള പൈസ ഇല്ലാണ്ടായി. അങ്ങനെ ലാസ്റ്റ് ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടി എക്സാം എഴുതും. ഈ പ്രാവശ്യം എന്നെ പാസ്സാക്കി കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ നേർന്നു. പിന്നെ ജൂലൈ 4 എന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂണിൽ ഞാൻ എക്സാം എഴുതി. ജൂലൈ 4 തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ജൂലൈ 4 റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. ജനുവരി 2025 ജനുവരി 2 തീയതി ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വേക്കൻസിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ജർമ്മനിക്ക് പോകാൻ. എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡായിട്ട് തന്നെ നടന്നു. ആ സമയത്ത് എനിക്ക് VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. മെയ് 1 തീയതിക്കായിരുന്നു കോൺട്രാക്റ്റ്. പക്ഷേ ഓഗസ്റ്റ് ആയിട്ടും എനിക്ക് VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. 1 ലക്ഷം രൂപ കൊടുത്താൽ പോലും VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനായി. അങ്ങനെ ആ ഒരു ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ പകരം പോയ കുട്ടിക്ക് അവിടെ പോയിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം ലാഗാക്കുന്നത് ദൈവം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തരാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ എനിക്ക് വേറൊരു ഏജൻസി കിട്ടി. അത് ഞാൻ ദൈവം തന്നതാണെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അത് സെപ്റ്റംബറിൽ ഞാൻ അവിടെ നഴ്സിങ്ങിന് അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്തു. പക്ഷേ പിന്നത്തോളം ജനുവരി ആയിട്ടും എനിക്കൊരു മൂവ്മെൻറ്റും അവിടെ നിന്ന് ഉണ്ടായില്ല. ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് തന്നില്ല. അങ്ങനെ ആ ഒരു ഹോപ്പും നഷ്ടപ്പെട്ടു. ആ സമയത്ത് എനിക്കൊരു വചനം കിട്ടി, നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ഈ ഒരു വചനം എനിക്ക് ഒരുപാട് ശക്തി നൽകി. അങ്ങനെ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയിരുന്നു. അതുപോലെ ജോസഫ് അച്ഛനെ വന്ന് കണ്ട എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ അച്ഛൻ മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് വെഞ്ചരിച്ച കാശുരൂപം നൽകുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഓപ്ഷനായിട്ടൊരു ഏജൻസി കിട്ടി. അതിലും തടസ്സങ്ങൾ വന്നു. എന്നാലും ഞാൻ മാതാവിലും ഈശോയിലും ഉറച്ച് വിശ്വസിച്ചു. ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് എൻ്റെ വീട്ടിലെ മെഴുതിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു. അപ്പോൾ മുന്നോട്ട് പോയിക്കോ എന്നുള്ളൊരു സൈനായിട്ട് ഞാൻ അതിനെ കണ്ടു. അങ്ങനെ മെയ് 5 തീയതിക്ക് എനിക്ക് VFSന് ഡേറ്റ് കിട്ടി. എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ സബ്മിറ്റ് ചെയ്തു. മാതാവിൻ്റെ വണക്കമാസത്തിൽ തന്നെ എനിക്ക് വിസ നൽകണം, അതുപോലെ 7ാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ വേണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. 2 മാസമൊക്കെ എടുക്കുന്ന വിസ എനിക്ക് വെറും 12 വർക്കിംഗ് ഡേയ്സിൽ എൻ്റെ വിസ 7ാമത്തെ പേജിൽ തന്നെ എനിക്ക് മാതാവ് നൽകി. ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് ഈ വിസ നൽകിയത്. പിന്നെ ഞാൻ ഈ മാസം 13 തീയതി ജർമ്മനിക്ക് പോവാണ്. ഇതാണ് എൻ്റെ വിസയും ടിക്കറ്റും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ പാസ്പോർട്ടിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പാസ്പോർട്ടിൽ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഉപ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എനിക്ക് പിന്നെ കുറച്ച് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു 3-4 വർഷമായിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറേ വട്ടം തുമ്മും. എനിക്ക് പഠിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനായി. കുറേ ഡോക്ടേഴ്സിനെ കണ്ടു, മരുന്ന് കഴിച്ചു, നേസൽ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തു. എന്നാലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ അലർജി പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. എനിക്കിപ്പോൾ ആ അലർജിയുടെ പ്രശ്നമില്ല. നോർമൽ ജലദോഷം വരുന്നല്ലാണ്ട് അലർജിയുടേതായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ ഒരു മരുന്നും ഞാനിപ്പോൾ കഴിക്കാറില്ല. അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരാറുണ്ട്. പിന്നെ പീരീഡ്സ് വളരെ പെയിനായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് PCODയും കിഡ്നി സ്റ്റോണും ഉണ്ടായിരുന്നു. അങ്ങനെ മരുന്നുകളൊന്നും കഴിച്ചിട്ടും കുറവായില്ല. അങ്ങനെ മാതാവിൻ്റെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നത്തെ സ്കാനിങ്ങിൽ PCODയും കിഡ്നി സ്റ്റോണും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ തലവേദന ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ ആ തലവേദന വരാറേ ഇല്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം ബസ് സ്റ്റാൻഡിലും പള്ളികളിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഉടമ്പടി പത്രത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലം തേച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുപോലെ ഞാനിവിടെ എല്ലാ മാസം എനിക്ക് വരാൻ കഴിയാത്തപ്പോൾ ഈ ഉടമ്പടി പത്രം സ്ക്രീൻഷോട്ട് എടുത്ത് PDF ആക്കിയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഡെയിലി ബ്രെഡ് കണ്ട് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ആത്മീയമായിട്ടും എനിക്ക് ഒരുപാട് വളരാനായിട്ട് സാധിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകാനും കറക്റ്റായിട്ട് കുമ്പസാരിക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പൊതിച്ചോറ് കെട്ടി ബസ് സ്റ്റാൻഡിലും രോഗികളായിട്ടുള്ളവരുടെ വീട്ടിലും കൊടുക്കാറുണ്ട്. പിന്നെ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ച് അവിടുത്തെ കുട്ടികളോട് കൂടെ അവരുടെ കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ ഇരിക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ ക്രൈസ്റ്റ് വില്ല എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് പാട്ട് പാടാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പള്ളിയിൽ സെൻറ്റ് ആൻ്റണീസ് ബ്രെഡ് എന്ന് പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി അരി വാങ്ങിക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിൽ കഴിയാവുന്ന വിധത്തിൽ പൈസ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു.